Hi students, welcome to Marvel Academy. എൻ്റെ പേര് ആശിഷ് മാത്യു എന്നാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സേർഡ്സ് ആൻഡ് ഇൻഡിസസ് ആണ്. ഓക്കെ, നമുക്കറിയാവുന്ന പോലെ ഒബ്വിയസ്ലി ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സെക്ഷനാണ്. നമ്മൾ മിക്ക കോമ്പറ്റേറ്റീവ് എക്സാംസിലും ഈ ടോപ്പിക്കിൽ നിന്ന് ഒബ്വിയസ്ലി നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം കുറച്ച് ബേസിക് പ്രോപ്പർട്ടീസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാവുന്നത് തന്നെയായിരിക്കും. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് നോക്കിയാൽ എന്താണ്? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എം എന്ന് പറയുമ്പോൾ എന്താണ്? എ റേസ് ടു എം പ്ലസ് എൻ ആണ് അല്ലേ? രണ്ടാമത്തെ പ്രോപ്പർട്ടി എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പവേഴ്സ് തമ്മിൽ കുറയ്ക്കണം. എ റേസ് ടു എം മൈനസ് എൻ. പിന്നെ എ റേസ് ടു മൈനസ് എമ്മിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം? 1 എ റേസ് ടു എം തിരിച്ചു എഴുതാം കേട്ടോ. 1 എ റേസ് ടു എമ്മിനെ എങ്ങനെ എഴുതാം? എ റേസ് ടു മൈനസ് എം തിരിച്ചു എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അടുത്തത് നോക്കി ഈ ഒരു പ്രോപ്പർട്ടി എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്താണ്? എ റേസ് ടു എം എന്നാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി, ഇതൊരു കണ്ടീഷൻ ആണ് ബേസിക്കലി. എ റേസ് ടു എം ഇസ് ഈക്വൽ ടു എ റേസ് ടു എൻ ആണ്. ബേസ് ഈക്വൽ ആണെങ്കിൽ പവേഴ്സും ഈക്വൽ ആയിരിക്കും. അതാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. പിന്നെ നമുക്കറിയാമെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് എ, അതായത് നമുക്ക് എങ്ങനെ എഴുതാം? എ റേസ് ടു 1/3 എന്ന് എഴുതാം. അതുപോലെ തന്നെ ഫോർത്ത് പവർ ഓഫ് എ നമുക്ക് എങ്ങനെ എഴുതാം? എ റേസ് ടു 1/3 കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കേസസ് ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓബ്വിയസ്ലി നമുക്കറിയാമെങ്കിൽ ക്വസ്റ്റ്യൻസ് അത് നമുക്കൊന്ന് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പോകുന്ന ടൈപ്പ് 1 സോർട്ട് ഓഫ് കൺസെപ്റ്റിലോട്ടാണ്. അതായത് ഇപ്പോൾ നമ്മളോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് വെച്ചാൽ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ഇൻറ്റു റൂട്ട് ഓഫ് എ ഇൻറ്റു റൂട്ട് ഓഫ് എ. സോ ഇത് ഒരു ഇൻഫിനിറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ, ഇൻഫിനിറ്റി വരെ പോവുകയാണെങ്കിൽ നമ്മളോട് ചോദിക്കാൻ പോകുന്ന എക്സിന്റെ വാല്യൂ ആണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു പ്രോപ്പർട്ടി എന്താ പറയുന്നത്? എ ആയിരിക്കും. അപ്പോൾ ഇതൊരു ക്രൂഷ്യൽ പ്രോപ്പർട്ടി എന്നൊക്കെ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഈ ഒരു വേർഷനിൽ വരുവാണ്. എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് 4 ഇൻറ്റു റൂട്ട് 4 ഇൻറ്റു റൂട്ട് 4 ഇൻറ്റു റൂട്ട് 4 അപ് ടു ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ്? നമ്മളിപ്പോൾ പഠിച്ച പോലെ എക്സ് എന്തായിരിക്കും? റൂട്ടിനകത്ത് വരുന്ന വാല്യൂ. ദാറ്റ് ഇസ് ഈ കേസിൽ അത് എന്താണ്? 4 അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി സിമിലർ. ഇവിടെ റൂട്ടിനകത്തുള്ള വാല്യൂ 3 സോ എക്സ് ഒബ്വിയസ്ലി എന്താണ്? 3 കേട്ടോ. ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഞാൻ പറഞ്ഞു നമുക്ക് ആ ഷോർട്ട് കട്ട് അറിയാമെങ്കിൽ ഒബ്വിയസ്ലി കാര്യങ്ങൾ നടക്കും കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഇപ്പൊ ഈ ഒരു വേർഷൻ ഇപ്പൊ ഇതില് ഇപ്പൊ ഈക്വൽ ടു പാർട്ട് ഡിഫറെന്റ് ആണ്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? ഈ സൈഡ് നമുക്കറിയാം 7:1 എന്ന് കൊടുക്കാം. ഈക്വൽ ടു 343 ബേസിക്കലി എന്താ? 7 ക്യൂബ് ദ ഹോൾ റേസ് ടു എന്താണ്? y മൈനസ് അല്ലെ? അപ്പൊ ഈ 7 ക്യൂബ് ദ ഹോൾ റേസ് ടു മൈനസ് y മൈനസ് 1 ഇത് ഫോർമുല നമ്മൾ ബേസിക് പ്രോപ്പർട്ടീസ് പഠിച്ചായിരുന്നു. a raised to m the whole raised to n ഫോർമുല. പ്രോപ്പർട്ടി എന്താ പറയുന്നത്? ദിസ് ഈസ് ഇക്വലന്റ് ടു n അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത 7 റേസ് ടു 1 ഇസ് ഈക്വൽ ടു 7 റേസ് ടു 3y മൈനസ് 3. ഇനി വേറൊരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചായിരുന്നു. ഇഫ് ബേസ് ഈക്വൽ ആണെങ്കിൽ എ റേസ് ടു എം ഇസ് ഈക്വൽ ടു എ റേസ് ടു എൻ ആണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്? പവേഴ്സ് ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ ആ പ്രോപ്പർട്ടി ഇവിടെ കൊടുത്തു നോക്കി. സോ 1 ഇസ് ഈക്വൽ ടു 3y മൈനസ് 3. സോ വൈയുടെ വാല്യൂ 3 ആണ്. 4 കേട്ടോ. ഓക്കെ, അപ്പോൾ വൈ ചോദിച്ചിരുന്നത്. സോ ഒബ്വിയസ്ലി നമ്മുടെ ആൻസർ ഓപ്ഷൻ എ കേട്ടോ. നെക്സ്റ്റ് ടൈപ്പ് 2 പോവാം. ഓൾമോസ്റ്റ് സിമിലർ, ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഇതിൽ നോക്കി എക്സ് ഇസ് ഈക്വൽ ടു എന്താ? റൂട്ട് എ ഇൻറ്റു റൂട്ട് എ അപ് ടു എൻ. സോ അവിടെ നമുക്ക് ഇൻഫിനിറ്റി ആയിരുന്നു. ദാറ്റ് ഇസ് റൂട്ടിലുള്ള വാല്യൂ എത്ര വട്ടം റിപ്പീറ്റ് ചെയ്യുമെന്ന് നമുക്ക് അറിയത്തില്ല. ഈ ടൈപ്പിൽ അങ്ങനെ ഒരു ക്ലാരിറ്റി നമുക്ക് തരും. സോ പ്രോപ്പർട്ടി എന്താ പറയുന്നത്? എയുടെ ഈസ് ഈക്വൽ ടു എന്താണ്? ദിസ് ഇസ് ഇക്വലന്റ് ടു എ റേസ് ടു 2 റേസ് ടു എൻ മൈനസ് 1/2. ഈ പ്രോപ്പർട്ടി എങ്ങനെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ റൂട്ട് എ ഇൻറ്റു റൂട്ട് എ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി എ എത്ര പ്രാവശ്യം ഉണ്ട്? 4 പ്രാവശ്യം. അപ്പോൾ പ്രോപ്പർട്ടി എന്താ പറയുന്നത്? എ റേസ് ടു 2 റേസ് ടു എൻ മൈനസ് 1/2. ഇവിടെ എൻ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും? 4 പ്രാവശ്യം. അപ്പോൾ എ 2 റേസ് ടു എന്ത് വരും? 4 മൈനസ് 1/2. 2 റേസ് ടു 4 എത്ര? 16. സോ 16 എന്ന് വെച്ചാൽ 15/60. ഓക്കെ, അപ്പോൾ ഏത് ഓപ്ഷനായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്? ഒബ്വിയസ്ലി ഓപ്ഷൻ ഡി ആയിട്ടാണ് മാച്ച് ചെയ്യുന്നത് കേട്ടോ. വേറെ ക്വസ്റ്റ്യൻ നോക്കി നമ്പേഴ്സ് വരുവാണെങ്കിലും ചേഞ്ചസ് ഒന്നുമില്ല. ഇവിടെ അപ്പോൾ എന്തായിരിക്കും? 7 റേസ് ടു 7 എത്ര പ്രാവശ്യം? 6 ടൈംസ്. 2 റേസ് ടു 6 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 റേസ് ടു 6. 2 റേസ് ടു 6 എത്രയാ? 64. സോ 7 റേസ് ടു 63 ഡിവൈഡഡ് ബൈ എത്ര വരും? 64 കേട്ടോ. ഈസിയാണ്. ആ പ്രോപ്പർട്ടി ഒബ്വിയസ്ലി നമുക്ക് അറിയാമെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ് കേട്ടോ. ഓക്കെ, അടുത്ത ടൈപ്പ് 3 പോവാം.
ഇവിടെ നമ്മൾ നോക്കിയ ഇടയ്ക്ക് റൂട്ടിന്റെ ഇടയ്ക്ക് ഡിവിഷൻ സിമ്പിൾ വന്നാൽ പ്രോപ്പർട്ടി എന്താ പറയുന്ന ആൻസർ എന്തായിരിക്കും? ഈ ഒരു എക്സ്പ്രഷൻ ഈക്വലന്റ് ടു എന്താ? 3 ഇൻറ്റു റൂട്ട് എ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്താ? ഇവിടെ റൂട്ടിനകത്ത് 19, അപ്പോൾ ആൻസർ എന്താണ്? 3 ഇൻറ്റു റൂട്ട് ഓഫ് 19 അല്ലേ? ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. സെയിം വേർഷൻ. സോ ഇവിടെ നമ്മുടെ ആൻസർ എന്താണ്? 3 ഇൻറ്റു റൂട്ട് ഓഫ് 27 കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ ടൈപ്പ് 4ലോട്ട് പോവാണ്. സോ ഓബിയസ്ലി ഇവിടെ കുറച്ച് വേർഷൻസ് ഉണ്ട്. സോ ഫസ്റ്റ് വേർഷൻ നോക്കി n raised to root a. സോ ആ ഒരു റിപ്പീറ്റേഷൻ അപ് ടു ഇൻഫിനിറ്റി വന്നാൽ ദിസ് ഇസ് ഈക്വലന്റ് ടു എന്താ? n-1 റൂട്ട് എ. ഓക്കെ, അടുത്തതും ഓൾമോസ്റ്റ് സിമിലർ ആണ്, ചെറിയ ചേഞ്ചസേ ഉള്ളൂ. സോ ഇവിടെ എന്തായിരിക്കും? n+1. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വേർഷനിൽ നോക്കിയാൽ നമുക്ക് ഇടയ്ക്ക് സിമ്പിൾസ് ഇല്ല ബേസിക്കലി. അപ്പോൾ n-1 റൂട്ട് എ. ഇടയ്ക്ക് ഡിവിഷൻ വന്നാൽ ആ വേർഷനിൽ ഡിവിഷൻ വന്നാൽ n+1 റൂട്ട് എ നമ്മൾ ചെയ്യണം. ഓക്കെ, ഓക്കെ, അടുത്ത കേസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഇപ്പം എന്താ വരുന്നത്? m ഇൻറ്റു റൂട്ട് എ റേസ് ടു എൻ ഇൻറ്റു ബി റേസ് ടു എം റൂട്ട് എ. സോ ഇത് ബേസിക്കലി ഈ ഒരു പ്രോസസ്സ് ഇവിടെ എന്ത് ചെയ്യുവാണ്? റിപ്പീറ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ഒബ്വിയസ്ലി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബേസിക് ഫോർമുല ഉണ്ട്. ഫോർമുല എങ്ങനെ വരുന്നത്? mn റൂട്ട് ഓഫ് എ റേസ് ടു എൻ ഇൻറ്റു ബി. ഓക്കെ, സോ ഈ ഒരു വേർഷനിലാണ് പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ mn റൂട്ട് ഓഫ് എ റേസ് ടു എൻ ഇൻറ്റു. ഓക്കെ, അപ്പോൾ ഇവിടെ വാല്യൂസ് ഏതൊക്കെ? അപ്പോൾ എം നോക്കുക, ഫസ്റ്റ് വരുന്ന വാല്യൂ ആണ് എം. എ ഒബ്വിയസ്ലി, പിന്നെ റൂട്ടിനകത്ത് വരും ബി, പിന്നെ എൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഫസ്റ്റ് വരുന്ന പവറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ക്വസ്റ്റ്യനിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി നമുക്കൊരു പ്രോപ്പർ ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ പ്രോപ്പർട്ടി ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കി. സോ mn ബേസിക്കലി എന്താണ്? റേസ് ടു വരുന്ന ടേംസ് ആണ്. അപ്പോൾ ഇവിടെ റേസ് ടു വരുന്ന ടേംസ് 3 × 2 കൊടുത്തു. ദ ഹോൾ റേസ് ടു എ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു പ്രോപ്പർട്ടി നോക്കി? എ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്ന ടേം അല്ലേ? അപ്പോൾ ആദ്യ റൂട്ടിനകത്ത് വരുന്ന ടേം ആണ്. സോ അത് 49. ഓക്കെ, റേസ് ടു എം ആയിരുന്നു. ഇവിടെ എം എന്താണ്? 49² ഇൻറ്റു ബി ഓബ്വിയസ്ലി എന്താണ്? 7. ഓക്കെ, ഇതൊന്ന് സോൾവ് ചെയ്യാൻ നമുക്ക് 3 × 2 എന്താണ്? 3 × 2 നമുക്ക് ഇവിടെ ഇത് ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട്. ഇത് m+n ആണ് കേട്ടോ. m+n ആണ്. ആഡ് ചെയ്യണം, നമ്മൾ പവേഴ്സ് വരുന്നത് ആഡ് ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്. സോ പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി അകത്ത് നോക്കിയപ്പോൾ ഇത് 5 വന്നു. 49² ബേസിക്കലി ഉണ്ട്. 49 7². അപ്പോൾ ഇതിനെ നമുക്ക് 7² ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് 7⁴ ഇൻറ്റു 7. ഇത് ബേസിക്കലി 5 റൂട്ട് ഓഫ് 7⁴. നമുക്ക് ഈ 5 ദ ഹോൾ റൂട്ട് ഓഫ് 7⁵ എങ്ങനെ എഴുതാം? 7⁵ ദ ഹോൾ റേസ് ടു 1/5 അല്ലേ? നമ്മൾ നേരത്തെ ബേസിക് പ്രോപ്പർട്ടീസ് പറഞ്ഞല്ലോ. 4 ഇൻറ്റു റൂട്ട് എങ്ങനെ എഴുതാം? a⁴. അപ്പോൾ അതേ രീതിയിൽ നമ്മളിത് ചെയ്യുമ്പോൾ ഈ രണ്ട് 5ഉം ക്യാൻസൽ ഔട്ട് ആവും. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ആൻസർ എന്താ? 7. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ ഫോർമുല ഒന്ന് ഓർത്തിരുന്നാൽ നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻസ്. വേറെ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. സോ നോക്കി ഇതേ വേർഷനിൽ തന്നെ കിടക്കുന്നു. അപ്പോൾ 3 + 2. ഓക്കെ, റൂട്ടിനകത്ത് 2 ഹോൾ റേസ് ടു n അല്ലേ? അപ്പോൾ 2² ഇൻറ്റു 5 ഇൻറ്റു 2² ഇൻറ്റു 3. ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഏത് ഓപ്ഷൻ മാച്ച് ചെയ്യുന്നുണ്ട്? 2³ അല്ലേ? 2³ ഇൻറ്റു 3 ആണ്. സോ ഒബ്വിയസ്ലി ഓപ്ഷൻ ബി ആണ് മാച്ച് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ വേർഷൻസ് ഞാൻ പറഞ്ഞു. നമുക്ക് ഷോർട്ട് കട്ട് അറിയാമെങ്കിൽ ഒബ്വിയസ്ലി എളുപ്പമാണ്, അല്ലെങ്കിൽ ഇതൊരു 5 to 10 സ്റ്റെപ്സ് പ്രോസസ്സാണ്. സോ നമ്മൾ ഷോർട്ട് കട്ട് ഓർത്തിരിക്കുക, അതാണ് എപ്പോഴും നല്ലൊരു ഓപ്ഷൻ. ഓക്കെ, ഒരു വേർഷൻ കൂടി നമുക്ക് നോക്കാം. ഇപ്പം നോക്കി ഇടയ്ക്ക് ഒരു പ്ലസ് സിമ്പിൾ വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഇപ്പോൾ റൂട്ടിലുള്ള ടേം ഒബ്വിയസ്ലി സിമിലർ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യും. ഈ 12 എന്ന് പറഞ്ഞ നമ്പറിനെ നമ്മളൊന്ന് രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എടുക്കുന്നു. ആ രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡിഫറൻസ് 1 ആയിരിക്കും. അതാണ് കണ്ടീഷൻ. അപ്പോൾ 12നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? രണ്ട് ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പോൾ അത് ഒബ്വിയസ്ലി ഇവിടെ ഏതാ? 4ഉം 3ഉം അല്ലേ? 4 × 3 12ഉം ആണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. ഓക്കെ, അപ്പം അങ്ങനെ വരുവാണെങ്കിൽ നടുക്ക് പ്ലസ് സിമ്പിൾ ആണെങ്കിൽ എപ്പോഴും ഓർത്തിരിക്കുക, പ്രോഡക്റ്റ് എടുക്കുമ്പോൾ
അതിൽ വലിയ നമ്പർ ഏതാണോ അതായിരിക്കും നമ്മുടെ ആൻസർ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മുടെ ആൻസർ എന്താ? ഓക്കെ. ഇനി മൈനസ് വന്ന എന്താ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സെയിം പ്രോസസ്. 12 എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് 12 എന്ന് പറയുമ്പോൾ 12 നമ്മുടെ 4 × 3 ആണ്. ഓക്കെ. അപ്പോൾ ഇടയ്ക്ക് മൈനസ് വന്ന എന്താ ചേഞ്ച് എന്ന് വെച്ചാൽ അതിൽ ഏതാണ് ചെറിയ നമ്പർ അതാണ്. അപ്പോൾ ഇവിടെ ചെറിയ നമ്പർ 3 ആണ്. അപ്പോൾ ഓബ്വിയസ്ലി ആൻസർ. ഓക്കെ. ഓർത്തിരിക്കാൻ എളുപ്പം. ഇടയ്ക്ക് പ്ലസ് ആണെങ്കിൽ വലിയ ടേം, ഇടയ്ക്ക് മൈനസ് ആണെങ്കിൽ ചെറിയ ടേം ആണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 156 ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ബേസിക്കലി 156 നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് 14 × 13. ഓക്കെ അല്ലേ? 14 × 13 തന്നെയാണല്ലോ അല്ലേ? 12 അല്ല, 14 × 13 ആണോ? 13 152 ആണല്ലോ. ഒന്ന് ചെക്ക് ചെയ്തേക്കാം. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? 14 12 13 × 14 ആണ് അല്ലേ? 13 × 14 അല്ലല്ലോ, 2 അല്ലേ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? 12 × 13 നോക്കിയായിരിക്കും. 12 × 13 നോക്കി കേട്ടോ. ഓക്കെ. അപ്പം 14 × 13 അല്ല, 12 × 13 ആയിരിക്കും. ഓക്കെ. ഇനി എന്താ നോക്കേണ്ട? ഇടയ്ക്കുള്ള സിമ്പിൾ പ്ലസ്. അപ്പോൾ ഇതിൽ വലിയ നമ്പർ ഏതാണോ അതായിരിക്കും ആൻസർ. സോ വലിയ നമ്പർ 13. സോ ഓബ്വിയസ്ലി നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ. ഓക്കെ. ഇനി ഇടയ്ക്ക് മൈനസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ 156 എന്ന് പറയുമ്പോൾ 12 × 13 അതിൽ ചെറിയ നമ്പർ 12. സോ ആൻസർ ഇവിടെ ഓബ്വിയസ്ലി ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലെങ്കിൽ ആണ് നമുക്ക് നോർമലി സെർച്ച് ആൻഡ് ഇൻഡിസസ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമുക്ക് ഇത്രയും വെക്കാം. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും. സോ ടൈപ്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും കൺസെപ്റ്റ്സ് നമുക്ക് ഈസിലി വിതിൻ സെക്കൻഡ്സ് ആൻസറിലോട്ട് എക്സാമിൽ വെക്കാം കേട്ടോ. ഓക്കെ. ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.